ഈ ഉസ്താദിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും അല്ലേ? ഒരു പള്ളിയുടെ വാതിൽക്കൽ നിന്ന് പുറത്താക്കപ്പെട്ടതിൻ്റെ പേരിൽ സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് അവിടുന്ന് യാത്രയാകുന്ന ആ മഹല്ലിൻ്റെ ഖത്തീബായിരുന്നു ഈ ഉസ്താദ്. അദ്ദേഹം അനുഭവിച്ച വേദനകൾ ഒരുപാടുണ്ട് അല്ലേ? അതിൻ്റെയൊക്കെ കാരണക്കാരാരാണ്? ഒരു വേള അതിൻ്റെ ഏറ്റവും വലിയ കാരണമായി നിൽക്കുന്നത് ആ മഹല്ല് പരിപാലിക്കുന്ന കമ്മിറ്റിക്കാർ തന്നെയാണ്. യോഗ്യതയില്ലാത്ത അർഹരല്ലാത്ത ആളുകൾ പള്ളി പരിപാലനം ഏറ്റെടുത്താൽ അതികഠിനമായ അദാബ് ജനങ്ങളെന്ന നിലക്ക് നമുക്കും നാളെ പരലോകത്ത് അവർക്കും ഒക്കെ ഉണ്ടാവും. അവരെ തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ അള്ളാഹു നമ്മളെയും ചോദ്യം ചെയ്യും. നമുക്കൊക്കെ അവിടെ ഉത്തരവാദിത്വം ഇല്ലേ? ആദ്യം പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, മനസ്സിരുത്തി എല്ലാവരും ഒന്ന് കേട്ട് നോക്കിക്കേ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹ്, അള്ളാന്റെ പള്ളി പരിപാലിക്കേണ്ടത് ആരാണെന്ന്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആരും അള്ളാന്റെ പള്ളി പരിപാലിക്കാൻ വരുന്നില്ല, എല്ലാവരും ഭരിക്കാനാണ് വരണേ. അള്ളാഹ് പറയണത് എന്താ? എൻ്റെ പള്ളി ഭരിക്കാൻ വരേണ്ടത് ആരാണ് എന്നല്ല, എൻ്റെ പള്ളി എൻ്റെ ഭവനം ആര് പരിപാലിക്കണം എന്നുള്ളതാണ്. യാ അല്ലാഹ്, പടച്ചറബിൻ്റെ പ്രയോഗം തന്നെ അങ്ങനെയാണ്. അതായത് എൻ്റെ വീട് ഞാനിങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കുറേ ആളുകൾ ഇരുന്ന് ഭരിക്കുന്നത് കണ്ടാൽ എന്നെ പിന്നെ എന്തിനു കൊള്ള? ഇത് അള്ളാന്റെ വീടാണ്, അള്ളാന്റെ വീടാണ്. നമ്മുടെ ആരുടെയും തറവാട്ട് സ്വത്തല്ല പള്ളി, അല്ലേ? അള്ളാന്റെ വീട് ആര് പരിപാലിക്കണമെന്നത് അള്ളാഹ് തീരുമാനിക്കും. എന്നിട്ടോ അങ്ങനെ പരിപാലിക്കാൻ വരുന്ന ആളുകൾ ഒരു കമ്മിറ്റിക്ക് പേരിടും ഭരണസമിതി. പരിപാലന സമിതി എന്ന് പറയാൻ തന്നെ അവർക്ക് പറ്റൂല. ഭരണസമിതിയുടെ പ്രസിഡന്റ്, ഭരണസമിതിയുടെ സെക്രട്ടറി എന്നാണ്. അതായത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പവറാണ്. ഇത്തിരി ഒരു പള്ളി കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആയി കഴിഞ്ഞാൽ ഒത്തിരി വെയിറ്റും ഹൈറ്റും ഒക്കെ ഇട്ടിങ്ങനെ, അല്ലേ? എന്തോ യാ അല്ലാഹ്, അവിടെ വിനയാന്യതരാകുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളാണ് എൻ്റെ പള്ളി പരിപാലിക്കേണ്ടതെന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമൊക്കെ കാറ്റിൽ പറത്തിയിട്ട് ഇവർ കുറേ ഇങ്ങനെ ധിക്കാരികൾ അള്ളാഹുവിൻ്റെ പള്ളി ഭരിക്കാൻ വരികയാണ്. മരിച്ചുകൊണ്ട് മുസ്ലിമെ മരിക്കണ്ടേ? സൗദി അറേബ്യയുടെ ഭരണാധികാരിയുണ്ട്, അല്ലേ? സൗദി അറേബ്യയുടെ ഭരണാധികാരിയെ എങ്ങനെയാണ് ഹറം പള്ളിയോട് ചേർത്തറിയപ്പെടുന്നത്? ഖാദിമുൽ ഹറമൈനി ഷരീഫൈൻ എന്നാണ്. രണ്ട് ഹറമിൻ്റെയും വേലക്കാരൻ എന്നാണ്. അതിൽ അഭിമാനിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ പള്ളി കമ്മിറ്റികളിൽ പ്രസിഡന്റിനെ നോക്കിയിട്ട് ഈ പള്ളിയുടെ വേലക്കാരാന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ചിന്തിച്ചു നോക്ക്. അപ്പം നമ്മൾ ഭരിക്കാൻ വരുന്നവരാണ്. പ്രിയ സഹോദരങ്ങളെ, അപകടമാണ്. ഞാൻ തമാശ രൂപേണ പറഞ്ഞുവെങ്കിലും ഇത് വലിയ ഡേഞ്ചറാണ്. അള്ളാന്റെ പള്ളി ഭരിക്കാൻ നിങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവരെ തിരഞ്ഞെടുക്കുന്ന നാട്ടുകാരോട് പറയട്ടെ, തിരഞ്ഞെടുത്തു കഴിഞ്ഞ് ഇവരെന്ത് തോന്നിവാസം ചെയ്താലും നിങ്ങൾ ചോദിക്കുന്നില്ല, നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അള്ളാന്റെ വീട്ടിൽ അക്രമം നടന്നിട്ട് ചോദ്യം ചെയ്യാത്തതിന് അതികഠിനമായ ശിക്ഷ, നരകശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വന്നേക്കാം. ദുനിയാവിലും അതിൻ്റെ പ്രതിഫലനം നമുക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തിരഞ്ഞെടുത്ത നാട്ടുകാർ, നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. കേവലം ഈ പറയുന്ന പോലെ ജനറൽ ബോഡി നടക്കുന്ന സമയത്ത് ഓടി വന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് നിസ്കാരം പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും ജനറൽ ബോഡിക്ക് വരുന്നത്. 5 വഖത്ത് നിസ്കരിക്കുന്ന ആളെ ആ ഭാഗത്തേക്ക് തന്നെ കാണൂല. നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് സ്വർഗം നേടാനും വളരെ പെട്ടെന്ന് അതിലേറെ സ്പീഡിൽ നരകം നേടാനും പറ്റിയ ഒന്നാണ് അള്ളാന്റെ പള്ളി പരിപാലനം എന്ന് പറയുന്നത്. ഞാൻ വളരെ സങ്കടത്തോടെ പറയട്ടെ, പല പള്ളികളുടെ അവസ്ഥ എന്താണ്? എനിക്ക് ഇതിങ്ങനെ വായിക്കുന്ന കേട്ടപ്പോൾ സന്തോഷം തോന്നിയതിലൊരു വരി, അതായത് പള്ളി പരിപാലന സമിതി അംഗമായി ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന നിലക്കുള്ള ഒരു സംസാരമാണ്. പരിപാലന സമിതി അംഗമാണെന്ന് ഓരോരുത്തർക്കും ബോധ്യമുണ്ട്. അതേപോലെ തന്നെ സുന്നത്ത് ജമാഅത്ത് അടിസ്ഥാനമാക്കിയുള്ള പരിപാലനം നടത്തുന്നതാണ്. അതായത് ഓരോ പള്ളിക്കും ഭരണഘടനയുണ്ട്, അല്ലേ? ഈ പള്ളിയുടെ ഭരണഘടനയിൽ ഉണ്ടാകും കൃത്യമായി 4 മദ്ഹബ് അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായിരിക്കണം കമ്മിറ്റിയിൽ വേണ്ടതെന്ന്. എന്നാൽ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട സുന്നിയായ ഒരൊറ്റെണ്ണം കമ്മിറ്റിയിൽ ഉണ്ടാവില്ല. എല്ലാം ഒന്നില്ലെങ്കിൽ പേരുകൊണ്ട് മാത്രം സുന്നിയും മറ്റു പല സംഘടനക്കാരുടെയും മൂട് താങ്ങികളൊക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഈ പള്ളിയിൽ നടക്കുന്ന ആചാരാനുഷ്ഠാന കർമ്മങ്ങളൊന്നും പറ്റാതെ മറ്റു പലരും വേറെ പള്ളി ഉണ്ടാക്കി പോയിട്ടുണ്ടാകും. എന്നാലും ഈ പള്ളിയുടെ ഉള്ളിൽ കടന്നു കയറി ഇവിടെയും ബിദ്അത്ത് സ്ഥാപിക്കാൻ, പുത്തൻവാദം സ്ഥാപിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതിന് ചൂട്ട് കത്തിച്ച് കൊടുക്കുന്നവരായി പള്ളി കമ്മിറ്റിക്കാർ മാറുന്നുണ്ട്. അള്ളാനെ നിങ്ങൾക്ക് പേടിയില്ലേ? ചില ആളുകളുണ്ട്, അവരാണ് ഞങ്ങളെ ജയിപ്പിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ്. നിങ്ങൾക്ക് കാദിയാനികൾ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുമോ റസൂലുള്ളാഹിക്ക് ശേഷം വേറൊരു നബി ഉണ്ടെന്ന്? അവരുടെ മൂട് താങ്ങികളായി നിങ്ങൾ നടക്കുമോ? എത്ര മോശമാണ്. അതുപോലെ തന്നെ കമ്മിറ്റിക്ക് എന്താ ഡ്യൂട്ടി? ഇന്നത്തെ കാലത്ത് പല കമ്മിറ്റികളും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പല കുട്ടികളും മയക്കുമരുന്നിന് അടിമകളായി പോകുന്നു. എത്രയെത്ര ഡിവോഴ്സ് കേസുകൾ മഹലിൽ നടക്കുന്നുണ്ട്. പല മഹല്ലുകളിലും ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ നേരല്ല. എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഖത്തീബിനെ വേണം. എന്തിനാ? ചില്ലിട്ട് സൂക്ഷിക്കാൻ. ചില്ലിട്ട് സൂക്ഷിക്കാൻ. വേറെന്തിനാ? 5 വഖത്ത് നിസ്കാരമല്ലാതെ ഖത്തീബിന് എന്താ ഡ്യൂട്ടി? ഖത്തീബിനോടൊന്ന് സംസാരിക്കാൻ. എന്താണ് നമ്മുടെ മഹല്ല് ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്? എങ്ങനെ മഹല്ല് മുൻപോട്ട് കൊണ്ടുപോകണം?
എന്നിത്യാദി ഒരു ചർച്ചയും ധിക്കാരികളായ നല്ല മഹല്ല് കമ്മിറ്റിക്കാരുണ്ട്, അവരെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. ധിക്കാരികളായ ആളുകൾ ചോദിക്കുന്നില്ല, അവർക്കതിന് നേരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡിഗ്രി ഉണ്ട്, ഞങ്ങളുടെ ഖത്തീബിന് ഇങ്ങനെ അഭിമാനം പറയണം. എന്നിട്ടോ മൂപ്പരെ കൊണ്ട് 5 വക്ത് ഇമാമത്ത് നിസ്കരിപ്പിച്ച് മൂപ്പരെ വീട്ടിലേക്ക് പറഞ്ഞേക്കണം. അതിലപ്പുറം വെറും ഈ മാടമ്പിത്തരമല്ലാതെ ഒന്നും കയ്യിലില്ലാത്തവരെ, ഇവരെ തെരഞ്ഞെടുക്കുന്ന മനുഷ്യരെ അള്ളാഹു വെറുതെ വിടുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ? ഏതായാലും കൊല്ലൂർവിള മുസ്ലിം ജമാഅത്ത് അൽഹംദുലില്ലാ ഈ ഒരു തുടക്കം മനോഹരമാകട്ടെ. കേവലം ഈ ഒരു പ്രകടനപരതയിലപ്പുറം മാഷാ അല്ലാഹ് അവിടെ ഈ ഖത്തീബാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. ആ ഒരു ബന്ധമാണ് ഏതൊരു മഹലിൻ്റെയും വളർച്ചയുടെ പിന്നിൽ. അതായത് ഇമാം ഒരു വഴിക്ക്, കമ്മിറ്റിക്കാർ വേറൊരു വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരു മഹലും ഇവിടെ പുരോഗതി പ്രാപിക്കില്ല. രണ്ടുപേരും ഒത്തൊരുമയോടെ നിന്ന് രണ്ടും നന്നായാൽ ഉമ്മത്ത് നന്നായി എന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ എടുത്തു പറയാൻ കാരണം, രണ്ടും നന്നാവാൻ ഇച്ചിരി പാടാ. അതുകൊണ്ടാ ഐക്യത്തോടെ നിന്ന് നോക്കിയ പല മഹലിലും ഉലമാക്കളും കമ്മിറ്റിക്കാരും ഐക്യത്തോടെ പോകുന്നുണ്ട്. പക്ഷെ ചില ആളുകൾ കമ്മിറ്റിയിൽ വന്നു കഴിയുമ്പോൾ മൊയ്ലിയന്മാരൊക്കെ ഞങ്ങളുടെ അടിമകളാണെന്നുള്ളൊരു തോന്നൽ വരും. ആ തോന്നലൊക്കെ പണ്ടാണ് കേട്ടോ. ഇന്നത്തെ ഉസ്താദന്മാരൊക്കെ 2 വിദ്യാഭ്യാസവും നേടി ഔന്നിത്യത്തിൽ നിൽക്കുന്നവരാണ്. അവർ ദീനീ സേവനത്തിന് വരുന്നത് നിങ്ങളുടെ പൈസ മോഹിച്ചിട്ടല്ല, ദീനിൻ്റെ ഖിദ്മത്ത് എടുക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ നിങ്ങളുടെ ഫ്യൂഡൽ മാടമ്പിത്തരമൊന്നും വിലപ്പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഐക്യത്തോടെ നീങ്ങിയിട്ട് മഹല്ല് ശാക്തീകരിക്കുക. മഹല്ലിൽ എത്രയോ കള്ളുകുടിയന്മാരായ കുട്ടികളുണ്ട്, ലഹരിക്കടിമകളായ കുട്ടികളുണ്ട്, വിവാഹം മുടങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് വളരെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം തൊലാക്ക് ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട്. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ. പള്ളി ദീനിലേക്ക് ആളുകൾ വരുന്നില്ല, നിസ്കരിക്കുന്നില്ല. ഇതിനൊന്നും നേരമില്ലാതെ കേവലം ഉസ്താദുമാരുടെ ലീവും കുറ്റം പറച്ചിലും ഇതല്ലാതെ, ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചയല്ലാതെ ഒന്നും ചർച്ചയിൽ വരുന്നില്ലെങ്കിൽ എന്തിനാണ് സഹോദരങ്ങളെ നിങ്ങൾ ഈ പണിക്ക് വന്നിട്ടുള്ളത്? ഇട്ടെറിഞ്ഞിട്ട് പോകണം, ഇല്ലെങ്കിൽ അള്ളാന്റെ മുമ്പിൽ ചെല്ലണ്ടേ? മരിച്ചുകൊണ്ടേ ആ സ്വർഗത്തിന്റെ പടി അങ്ങോട്ട് കടക്കാൻ പറ്റൂല. കാരണം എൻ്റെ വീടെന്ന് അള്ളാഹ് പറഞ്ഞു, ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹ്. അള്ളാന്റെ പള്ളി ആര് പരിപാലിക്കണം? അള്ളാഹ് പറഞ്ഞവർ പരിപാലിക്കണം. നമ്മൾ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ അങ്ങനെ ആകണം, എന്നിട്ട് പരിപാലിക്കുക എന്നുള്ളതാണ്. ഇതുപോലെയാണ് കമ്മിറ്റി എങ്കിൽ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ. ഈ പറഞ്ഞ ക്വാളിറ്റിയൊക്കെയുള്ള കമ്മിറ്റികളാണ് നമ്മുടെ മഹല്ലുകളിൽ വരേണ്ടത്. ഇത് കണ്ടവർക്കൊക്കെ ഓശാന പാടുന്ന, ദീനുമായി ഒരു ബന്ധവുമില്ലാത്ത, ആലിമീങ്ങളെ വിലവെക്കാത്ത ആളുകൾ വന്നാൽ മഹല്ല് നശിക്കും. അതുകൊണ്ടാണ് ഒരുപാട് മുസ്ലിം ഉമ്മത്തിലെ കുട്ടികൾ വഴിപിഴച്ചു പോകുന്നത്. അതിൽ വലിയ പങ്ക് പള്ളി കമ്മിറ്റിക്കാർക്കുണ്ട്. പിന്നെ ഉസ്താദുമാർ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഒരു ജോലി നഷ്ടപ്പെട്ടാൽ തുറന്നു പറയണം ജനങ്ങളോട്, ഞാനിവിടെ നിന്ന് മാറിക്കഴിഞ്ഞിട്ട് എൻ്റെ മേൽ ഇല്ലാത്ത ആരോപണങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത്, ഞാൻ ഇന്നാലിന്ന കാരണം കൊണ്ടാണ് ഇവിടെ നിന്ന് യാത്രയാകുന്നത് എന്ന് തുറന്നു പറയണം. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ സഹായമൊക്കെ ഉള്ളതല്ലേ, ഒരു ലൈവ് അങ്ങ് ഇട്ടേക്കണം. ജനങ്ങളോട് പറയാനായിട്ട് ജുമാക്കൊരു അവസരം അവർ തരുന്നില്ല എങ്കിൽ, നിസ്കാരത്തിനൊരു അവസരം പോലും തരുന്നില്ല എങ്കിൽ ഓപ്പണായിട്ട് നിങ്ങൾ കാര്യം പറഞ്ഞേക്കണം. എന്നിട്ട് മാന്യമായിട്ട് അവിടെ നിന്ന് യാത്രയാകണം. റിസ്ക് തരുന്നവൻ അള്ളാഹു അല്ലേ, അള്ളാഹ് കൈവിടൂലല്ലോ. നമ്മൾ ദീനിൻ്റെ പാതയത്തിൽ ഇറങ്ങിയവരല്ലേ, അള്ളാഹ് കൈവിടൂല. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, പള്ളി കമ്മിറ്റിക്കാരാകട്ടെ ഉസ്താദുമാരാകട്ടെ, മഹല്ല് നന്നാകണമെങ്കിൽ ഈ പറഞ്ഞ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഐക്യം, ഉസ്താദുമാരും കമ്മിറ്റിക്കാരും തമ്മിലൊരു ഐക്യം ഉണ്ടാകണം, ഒരു ഒത്തൊരുമ ഉണ്ടാകണം. ആ ഒത്തൊരുമയുടെ ബോധ്യത്തിൽ ഞാൻ കേവലം പണിക്കാരനാണെന്ന് ഉസ്താദിനും തോന്നരുത്, ഞങ്ങളുടെ തൊഴിലാളിയാണെന്ന് കമ്മിറ്റിക്കാരും ചിന്തിക്കരുത്. ഇതൊരു ഖിദ്മത്തിൻ്റെ ഭാഗമാണ്. ആ ബോധ്യത്തിൽ ഒത്തൊരുമിച്ച് നിന്നാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, അവൻ്റെ പള്ളിയാണ് നമ്മൾ ഈ പരിപാലിക്കാൻ പോണത്, ആ പള്ളിയിൽ ഈ ജാതി തോന്നിവാസം കാണിച്ചു വെച്ചതിന് അള്ളാഹിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. ഏതായാലും ചേർത്തലക്കാരായ നാട്ടുകാർക്ക് അള്ളാഹു നല്ല ബോധം കൊടുക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.